നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേസ് ഹാർട്ട്. ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ നല്ലൊരു ക്രാബ് റോസ്റ്റിന്റെ ആയിരുന്നു. അത് മിക്കവാറും പേരും കാണുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. എനിക്ക് നല്ല കുറെ കമന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് പറഞ്ഞത് ആ ക്രാബ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എങ്ങനെയാണ് ക്രാബ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇന്ന് ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു തീയലാണ്. തീയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പാവക്ക തീയൽ, വെണ്ടക്ക തീയൽ, ചെറിയ ഉള്ളി തീയലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്നത് നല്ലൊരു മിക്സ്ഡ് വെജിറ്റബിളിൻ്റെ ഒരു തീയലാണ്. ഇത് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം എടുക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് പറയാം. ഏകദേശം ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ചെറിയ ഉള്ളി, തീരെ ചെറുതായിട്ടല്ല 2 3 ആക്കി മുറിച്ചത്. ഒരുവിധം സ്റ്റാൻഡേർഡ് സൈസുള്ളൊരു പൊട്ടറ്റോ ചെറുതാക്കിയിട്ടുണ്ട്. ചെറിയ 2 മുരിങ്ങക്കോൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചക്കായിൻ്റെ ഒരു പകുതി കഷ്ണം പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള കരിവേപ്പില. പിന്നെ ഞാൻ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചിലവർ തീയൽ വെക്കുമ്പോൾ നല്ല വാളംപുളി ഉണ്ടല്ലോ, പിഴുപുളി പിഴിഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ തക്കാളിയാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഞാൻ 2 തക്കാളി ചെറിയ സ്റ്റാൻഡേർഡ് തക്കാളിയാണ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് അതിനെ വറുത്തരയ്ക്കാൻ വേണ്ടുന്നത് തേങ്ങയാണ്. തേങ്ങ ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ശരിക്കും ഇത് നല്ല പൊടിയായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് മിക്സിയിൽ ശരിക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. കാര്യം തേങ്ങ നമ്മൾ ചിരകി എടുക്കുമ്പോൾ പല സൈസിലായിരിക്കും. അപ്പോൾ വറുക്കുമ്പോൾ ആ വറവിനത് ബാധിക്കാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പം ഒരു 1/2 മെഷർമെൻറ്റ് കപ്പിലുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം, 2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ആവശ്യത്തിന് വേണ്ട കടുക് ഇടുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതാ ഏകദേശം കണ്ടില്ലേ, നല്ലൊരു ബ്രൗൺ കളറിൽ തന്നെ ഇപ്പം തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. തീ കുറച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇപ്പം തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഏകദേശം വഴണ്ട് കണ്ടില്ല, ഈ നല്ല കളർ വന്നിട്ട് ഇനി നമുക്ക് ചട്ടി ഞാൻ ഓഫാക്കി മാറ്റുകയാണ്. ഇനി നമ്മൾ ചട്ടിയിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് മുഴുവനൊന്ന് വഴറ്റാൻ പോവുകയാണ്. ഈ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇടുകയാണ്. ആദ്യം കൊച്ചുള്ളി ഇട്ടു. അതിന് ശേഷം ഇതാ പൊട്ടറ്റോ ഇടുകയാണ്. കൂടത്തിൽ പച്ചമുളക്, നമ്മളെടുത്ത് വെച്ച പച്ചക്കായ്, അത്രയും ഞാൻ ഇടുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴതിന് ശേഷം മാത്രമേ മുരിങ്ങപ്പോലും തക്കാളി ഞാൻ ഇടുന്നുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇടണം. അപ്പം ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് ഇത്രയും വഴറ്റി എൻ്റെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മുരിങ്ങക്കോലും ആ 2 തക്കാളിയും കൂടെ ഞാൻ ഇടുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പും കൂടെ ഇടുകയാണ്. എന്നിട്ട് അതൊന്നും കൂടെ നന്നായി ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ കുറച്ച് നേരം ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കാം. അന്നേരത്തിന് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചെടുത്ത് കൊണ്ടുവരണം. നമ്മൾ നേരത്തെ വറുത്ത തേങ്ങ ഞാൻ അരയ്ക്കാൻ പോവുകയാണ്. നമുക്ക് മിക്സറിലൊന്ന് അരച്ചെടുക്കാം. അത് ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കുന്നത്. എന്നിട്ടേ വെള്ളം ഒഴിക്കുകയുള്ളൂ കേട്ടോ. കണ്ടില്ലേ, നമ്മൾ
ചിലവർ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കുറേ താകുമ്പോൾ അരയാൻ താമസിക്കും. ഇത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇപ്പം തന്നെ പൊടിഞ്ഞ് നന്നായി. ഇനി ഒന്നും കൂടെ നന്നായി പൊടിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അരച്ചെടുത്താൽ മതി. ഏകദേശം ഒരു 1/2 കപ്പ് വാട്ടർ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. സൂപ്പറായിട്ട് നമ്മുടെ തീയലിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. 2-3 മിനിറ്റും കൂടെ ഞാൻ വഴറ്റിയപ്പം ഈ മുരിങ്ങക്കോലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ആ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ മിക്സി ഞാനൊന്ന് കഴുകി ഏകദേശം 1/2 കപ്പ് വെള്ളം കൂടെ ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. നമ്മളത് കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ സാധാരണ എൻ്റെ തീയലിൽ ചട്ടിയാണ്. ഇതിലേക്കാണ് എന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ പോകുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി നമ്മൾ എടുത്ത് വെച്ച ആ ഒരു കടുക് നമ്മളിടുകയാണ്. 2 ടീസ്പൂൺ കടുകുണ്ട്, അതിട്ടു. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് വറുക്കാനുള്ള ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതും കരിവേപ്പില ഇടണം. അപ്പോൾ കടുക് പൊട്ടി ഞാനത് അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ച കൊച്ചുള്ളി ഇടുകയാണ്. കൊടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിവേപ്പിലയും കൂടെ ഇടുകയാണ്. കൊച്ചുള്ളി എല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച തീയലിൻ്റെ ഈ അരപ്പൊന്ന് ചേർക്കാം. നന്നായി വഴന്നിട്ടുണ്ട്. കണ്ടില്ലേ അതിൻ്റെ കളർ കണ്ടില്ലേ, അതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, കണ്ട ഈ ഒരു പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ ബാക്കി ആ മിക്സി നമ്മൾ വാഷ് ചെയ്ത് വെച്ചേക്കുന്ന അതൊരു എല്ലാം കൂടി ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾ ഒഴിക്കാവുന്നതാണ്. വെള്ളം ഞാൻ ഒഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷർമെൻറ്റ് എന്ന് പറയാനായിട്ട്, ബിക്കോസ് നമ്മൾ എടുക്കുന്ന വെജിറ്റബിളും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണം. കാര്യം ചെറിയ വീട്ടുകാരൊക്കെ ആണെങ്കിൽ അധികം ആൾക്കാരുള്ളിടത്താണെങ്കിൽ കുറച്ച് വെജിറ്റബിൾ മതിയാവും. കുറച്ച് ആൾക്കാരുള്ളിടത്താണെങ്കിൽ അതിനപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പും നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. പിന്നെ ഞാൻ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞു, സാധാരണ ഇതിനകത്ത് വാളംപുളി അല്ലെങ്കിൽ പിഴുപുളി ചേർക്കാറുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 തക്കാളി എടുത്തിരിക്കുന്നത്. അപ്പോൾ വാളംപുളി ചേർക്കേണ്ടവർക്ക് അവരുടെ ഇഷ്ടാനുസരണം ചേർക്കാം. മസാല നന്നായിട്ട് തണച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് നമ്മൾ കഴറ്റി വിട്ടിരിക്കുന്ന വെജിറ്റബിൾ ഇടാൻ പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ചും കൂടെ ചാറാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ചാറാക്കാം. എനിക്ക് തോന്നുന്നു ഇച്ചിരിയും കൂടെ ചാറാക്കണം എന്ന് തോന്നുന്നു. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ ആ വെജിറ്റബിൾ വേവിച്ച് വെച്ച ചട്ടിയിലേക്ക് തന്നെ ആ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അത് ശരിക്കൊന്ന് ഇറക്കി എടുത്തിട്ട് അങ്ങ് ഒഴിക്കുക. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ചാറാവും. അപ്പം ഞാനൊന്ന് ഉപ്പ് നോക്കി, എനിക്ക് തോന്നുന്നൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ വേണമെന്ന് എനിക്ക് തോന്നി ഞങ്ങളുടെ ഉപ്പിന്. അതെല്ലാവരും നോക്കുക. പിന്നെ നമ്മളിത് ആ ഒരു മസാല നന്നായി മൂപ്പിച്ചിട്ടാണ് നമ്മൾ അരച്ചത്. വെജിറ്റബിൾസ് നമ്മൾ നന്നായി വഴറ്റി കഴിഞ്ഞ സ്ഥിതിക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കണമെന്നില്ല. 2 മിനിറ്റ് ചെറിയ തീയിലിരുന്നിട്ടൊന്ന് തിളപ്പിക്കണം. നമ്മുടെ തീയിൽ ഞാൻ പറഞ്ഞില്ലേ 2-3 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചു. ഇനി ഞാനത് സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. കണ്ട ഈ ടെക്സ്ചർ നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ ആ ഒരു കളറും അതിൻ്റെ വെജിറ്റബിളിൻ്റെ ഒക്കെ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി രീതിയിലാണ്. ഇനി ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ഇത് അടിപൊളി നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ തീയൽ റെഡി. ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.